കർണാടകയിൽ മതിൽ തകർന്നുണ്ടായ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലുള്ള മലയാളികളുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കുടുംബശ്രീ അംഗങ്ങളായ പ്രീതി, സിജി, മായ എന്നിവരാണ് ചികിത്സയിലുള്ളത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും കർണാടക സർക്കാർ 5 ലക്ഷം രൂപയും സഹായധനം പ്രഖ്യാപിച്ചു. ബംഗളൂരു ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകൾ, അതായത് 3 മലയാളി സ്ത്രീകൾ, അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായിട്ട് പുരോഗതിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവർ ബൗറിംഗ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ സിജി എന്ന് പറയുന്ന സ്ത്രീക്ക് നട്ടെല്ലിന് ക്ഷതമേറ്റിട്ടുണ്ട്. അത് കാര്യമായിട്ട് ഇത്തിരി പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് നാട്ടിലേക്ക് മാറ്റുക അപ്രായോഗികമാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന ഈ സ്ഥലത്താണ്. ആ വശത്ത് കാണുന്നതാണ് ബൗറിംഗ് ആശുപത്രി, അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ചുറ്റുമതിലാണ് ഇന്നലെ വൈകിട്ട് ശക്തമായിട്ടുള്ള മഴയിൽ ഇടിഞ്ഞ് വീണത്. ഏതാണ്ട് 7 അടിക്ക് മുകളിൽ ഉയരമുള്ള മതിൽ പൂർണ്ണമായിട്ടും ഈ വശത്തേക്ക്, അതായത് ആളുകൾ നിന്നിരുന്ന ഫുട്പാത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്താണ് ഒരു ടാർപോളിൻ ഷീറ്റ് കെട്ടിയിരുന്നു തെരുവ് കച്ചവടക്കാർ. അതിന് കീഴിലേക്ക് വലിയ മഴ പെയ്തപ്പോൾ ആളുകൾ നിൽക്കുകയാണ് ചെയ്തത്. ദൃശ്യങ്ങൾ കാണാം. തെരുവ് കച്ചവടക്കാരുടെ ഉപയോഗിച്ചിരുന്ന ഒരു കട്ടിലും അതുപോലെ ഒരു ഉന്തുവണ്ടി ഒക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കുഞ്ഞു ഉടുപ്പുകൾ ഒക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ മേലേക്കാണ് ഈ മഴയിൽ ഈ മതിൽ ഇടിഞ്ഞ് വീണത്. ഏതായാലും ഈ കോൺക്രീറ്റ് കഷ്ണങ്ങൾക്ക് അടിയിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കാൻ വല്ലാതെ പണിപെട്ടുവെന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഏതായാലും ഉടൻ തന്നെ തൊട്ട അടുത്ത് തന്നെയുള്ള ബൗറിംഗ് ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റവരെയെല്ലാം മാറ്റിയെങ്കിലും 7 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതിൽ 4 പേർ തദ്ദേശവാസികളാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയുണ്ട്. ഇതിൽ 4 പേരും തെരുവ് കച്ചവടക്കാരാണ്. 2 മലയാളി സ്ത്രീകളുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ കേരളത്തിലേക്ക് വിനോദയാത്ര വന്ന ആളുകളായിരുന്നു. ഇന്നലെ വിമാനത്തിൽ കേരളത്തിലേക്ക് എത്തിയ ശേഷം കേരളത്തിൽ നിന്ന് എത്തിയ ശേഷം തുടർന്ന് ബംഗളൂരുവിലും മൈസൂരുവിലും സന്ദർശനം നടത്തി മടങ്ങുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. അതിനിടയിൽ ഇവിടെ ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലും ശിവാജി നഗറിലുമൊക്കെ ഈ പർച്ചേസിംഗ് നടത്തി ഷോപ്പിംഗ് നടത്തിയ ശേഷം തിരിച്ചു പോകാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. അതിനിടയിലാണ് വലിയ മഴ പെയ്യുന്നതും തുടർന്ന് ഇതിൽ ഈ വലിയ ദുരന്തം ഉണ്ടാകുന്നതും. ഒരു 5 പേരുണ്ടായിരുന്നു. പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഈ മായ എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ ചോര ഒലിപ്പിച്ച് റോസ്ലിയുടെ അടുത്ത് വന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മതിലിടിഞ്ഞു, അവിടെയകത്ത് ആരൊക്കെ പെട്ടിട്ടുണ്ട്, ഇവരെ കൂടെയുള്ളവർ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയ ദുരന്തം തന്നെയാണ്. അതിൽ 2 പേർ മലയാളികളാണ് എന്നത് തന്നെയാണ് നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ള പരിക്കേറ്റവരുടെ ചികിത്സ സൗജന്യമായിട്ടും നൽകും എന്നും അറിയിച്ചിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ ഓഫീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് ഈ മൃതദേഹങ്ങൾ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചത്. ഏതായാലും പരിക്കേറ്റവരെ പരമാവധി പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.